പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ വചന ശുശ്രൂഷകളിൽ പങ്കുചേരുന്നത് ഒരു ദൈവ നിയോഗമാണ്. കൺവെൻഷൻ ശുശ്രൂഷകൾ, ടെലിവിഷൻ ചാനലുകളിലൂടെയുള്ള വചനപ്രഘോഷണങ്ങൾ, യൂട്യൂബ് ചാനലിൽ കൂടെയുള്ള വചനപ്രഘോഷണങ്ങൾ, ദൈവ വചന ശുശ്രൂഷകൾ സ്വർഗം നമുക്ക് നൽകുന്നതാണ്. അതിൽ പങ്കെടുക്കുന്നവരോ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഒരു ദൈവ നിയോഗമാണത്. അവിടെ വെച്ച് ദൈവം തന്നെ ജനത്തെ കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് ദൈവം തന്നെ ജീവനും സൗഖ്യവും നൽകി ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. തോമാപുരം കൺവെൻഷനിൽ ഒരു കുടുംബം എങ്ങനെ ഇത് അനുഭവിച്ചുവെന്ന് അവരുടെ വാക്കുകളിൽ നമുക്ക് ശ്രവിക്കാം. എൻ്റെ പേര് അന്നമ്മ എന്നാണ്. ഞാൻ മുളപ്ര ഇടവകയിൽ നിന്നാണ് വരുന്നത്. 3-4 വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിനും കീഴോട്ടുമെല്ലാം ഭയങ്കര വേദനയായിരുന്നു. മുട്ടിന് മത്തങ്ങ പോലെ ഭയങ്കര നീരും വേദനയെല്ലായിട്ട്. മത്തങ്ങ അതായത് കാൽമുട്ട് ഇങ്ങനെ നീര് വന്ന് മത്തങ്ങ പോലായോ? പടിയൊന്നും ചവിട്ടാനും നടന്നു കയറാനും ഒന്നും വയ്യായിരുന്നു. കാൽമുട്ടിന്റെ വലുപ്പത്തിന്റെ സ്ഥിതിയെ കുറിച്ച് വിശദീകരിക്കണം. അവിടെ ഇരിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള കുയുക്തിയുള്ളവർ, ദ്രോഹബുദ്ധിയുള്ളവർ, മുട്ടായുക്തിയുള്ളവർ, കീടബുദ്ധിയുള്ളവർ, നശീകരണ ചിന്തയുള്ളവർ, എതിർചിന്തയുള്ളവർ, വിമത സ്വഭാവമുള്ളവർ, മല്ലടിക്കുന്ന പ്രകൃതക്കാർ, ഒരുപാട് ജാതികൾ ഒരുമിച്ച് പഠിക്കുന്ന സമയം ഇത്. പറഞ്ഞു കാല് പടി ചവിട്ടി കയറാനോ ഒന്നും വയ്യായിരുന്നു. 3-4 വർഷമായിട്ട് മരുന്ന് കുടിച്ച് എന്നിട്ടൊന്നും വേദന മാറാതെയായിട്ട് അവസാനം ടി വിയിൽ അഭിഷേകമായിരുന്നു. അത് കഴിഞ്ഞ് ചിറ്റാരിക്കാലിൽ ചിറ്റാരിക്കാല് തോമാപുരത്ത് വലിയൊരു കൺവെൻഷൻ വന്നപ്പോ ഈ അമ്മച്ചി വലിയ ഞങ്ങൾ എല്ലാവരും ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയി. എൻ്റെ കാലെ ബാൻഡേജ് ചുറ്റിക്കൊണ്ടാണ് ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയത്.
ഒരു 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പം വേദന ലേശം കുറഞ്ഞു. 4-ാമത്തെ ദിവസമായപ്പം എൻ്റെ ബാൻഡേജ് കാലിൽ നിന്ന് അഴിഞ്ഞ് താഴെ തന്നെ ബാൻഡേജ് താഴ്ത്തിക്ക് അങ്ങോട്ട് പോയി. താഴെ പോയി. കാരണം എന്താ വെച്ചാൽ നീര് ചുങ്ങി. 5-ന്റെ ദിവസം എൻ്റെ കാല് തീർത്തും സൗഖ്യം. 5-ാം ദിവസം നോക്കുമ്പോ കാല് ചൊട്ടി. ഞാൻ അടുത്ത ധ്യാന കേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെട്ടു. ഈ അമ്മച്ചി പറഞ്ഞ ആളുകൾ കൈയടിക്കുന്നത് അമ്മച്ചി. ഈ അമ്മച്ചി പറഞ്ഞത് 100% സത്യമാണെന്ന് അമ്മച്ചിയുടെ കൂട്ടത്തിലുള്ള സഹോദരത്തിലെ. ശരിക്കും കാലിന് നല്ല നീരുണ്ടായിരുന്നോ? ഞാനാണ് ഏറ്റവും കൂടുതൽ വേദനിച്ച് ഈ നീര് വന്നപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ വേദന സഹിച്ചത്. കാരണം എൻ്റെ വീട്ടിൽ 2 മക്കളുണ്ടെങ്കിലും അവരിപ്പം വീട്ടിലില്ല. ഇവള് കിടപ്പിലായി പോയാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാൻ തമ്പുരാനെ ആരുമില്ലല്ലോ. ഞാൻ തമ്പുരാനടുത്ത് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഈ ധ്യാനം ഈ അഭിഷേകത്തിന് കഴിയുന്നുണ്ട്, ഇവിടുന്ന് ഇവളെ കൊണ്ട് സാക്ഷ്യം പറയിച്ച് എന്നെ തമ്പുരാനെ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് 2 പേര് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ വിവരം മനസ്സിലായത് എനിക്ക്. അതായത് ജീവിതം ഇങ്ങനെ ഈ കാല് നീര് വരുന്ന ഞങ്ങൾക്ക് വേറെ ആരുമില്ല, വീട്ടിൽ എന്തെങ്കിലും ഒരു ചൂടുവെള്ളം ഉണ്ടാക്കണമെങ്കിൽ ഈ പെണ്ണുവെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ചേട്ടൻ ശരിക്കും കർത്താവിനോട് നല്ല ശരിക്കും അങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ശരിക്കും കാലിന് ഭയങ്കര നീരായിരുന്നോ? ഭയങ്കര മത്തങ്ങ പോലെ. അത് തന്നെ. അതായത് ചെറിയ നെല്ലിക്ക പോലെയോ അടയ്ക്ക പോലെയോ ഓറഞ്ച് പോലെയോ അല്ല. ഒരുപാട് മരുന്നുകൾ ഞാൻ മേടിച്ചു കൊടുത്തതാണ്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, നിത്യം കുഴമ്പ്. ഇത് കുഴമ്പിന്റെ മണം കാരണം വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റില്ല. അതുപോലെ അതായത് ഒരു കുഴമ്പും ഇല്ല, സർവ്വ കുഴമ്പും പുറത്ത്. ഒരു മരുന്ന് ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടില്ല. അവൾ ഓടി നടക്കുന്നു. അതെ, ഓടി നടന്ന് നല്ല തുള്ളിച്ചാടുന്ന പശുക്കിടാവിനെ പോലെ ഓടി നടന്ന് വീട്ടിൽ കൂടെ ജോലി ചെയ്യാണ്. അല്ല, സന്തോഷമാണ്, സന്തോഷമാണ്, അമ്മയ്ക്ക് സന്തോഷമാണ്. പറയൂ. 1 വർഷമായിട്ട് ഇപ്പോൾ എനിക്ക് കാലിന് ഒരു വേദനയും ഇല്ല. ഇപ്പൊ നമുക്ക് വീട്ടിലെ ജോലി അടിക്കാനും തുടയ്ക്കാനും ഒക്കെ പറ്റും അല്ലേ? വേദനയില്ല. ദൈവമേ, ആ മത്തങ്ങ പോലെ ശരി അല്ല കാൽമുട്ടിന്റെ അവിടെ നീര് വന്ന് ഇത് ഏതാണ്ട് എത്ര വർഷമായിട്ടുള്ളതാണ്? 4 വർഷമായിട്ട് 4 വർഷമായിട്ട് കൂടി 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 ലാസ്റ്റ് സ്റ്റേജ് മത്തങ്ങ പോലെ കാല് വലുതായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി പലർക്കും ഇനി ഇപ്പൊ പുതിയ തലമുറയ്ക്ക് മത്തങ്ങ എന്തെന്ന് അറിയാൻ പാടില്ലാത്തോണ്ട് സാമ്പിൾ ഒരെണ്ണം കൂടെ കൊണ്ടുവരണം. ഒന്നൊക്കെ പറഞ്ഞു ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമല്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമല്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കിപ്പോൾ ചാടി എഴുന്നേറ്റ് കുറച്ച് നേരം സ്തുതിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നന്നായിട്ട് മനസ്സ് തുറന്ന് സ്തുതിക്കണം. കാരണം ഇന്ന് ഈ ദൈവാരാധനയുടെ സമയത്ത് അനേകം കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ ദൈവം തിരുവള്ളമാവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ പിതാവായി ദൈവം തിരുവള്ളമായ മണിക്കൂറാണിത്. കൈകൾ ഉയർത്തിപ്പിടിക്കുക. അച്ഛൻ അങ്ങനെ സ്തുതിക്കും നോക്കണ്ട, ഒച്ചത്തിൽ സ്തുതിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന. എല്ലാ ഹൃദയങ്ങളിലും സ്വരം ഉയരട്ടെ. ദൈവസ്വരം, ദൈവസ്തുതിപ്പ്, ദൈവാരാധന കുടുംബങ്ങളിൽ ഉയരട്ടെ. കുടുംബങ്ങളെ അലട്ടുന്ന പൈശാച പീഡകളെ ഇപ്പോൾ തന്നെ കൂട്ടത്തോടെ ഓടി മറയട്ടെ. പാപത്തിന്റെ അധിപതികളെ, ദുഷ്പ്രഭുത്വങ്ങളെ, മദ്യപാന പീഡകളെ, ദുർബാധകളെ, ദുർഭൂതങ്ങളെ, ദുർശക്തികളെ ഇപ്പോൾ തന്നെ കുടുംബങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുമാറി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓരോ കുടുംബങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ശസ്ത്രപീഡകൾ, മാരകവ്യാധികൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, ആത്മഹത്യാ പ്രവണതകൾ, ദൂഷണ സ്വഭാവങ്ങൾ, പാപാധിപത്യങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വം ഓരോ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ വെളിപ്പെടട്ടെ കർത്താവേ. അലസത മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ. ആത്മീയ അന്ധകാരങ്ങൾ വിട്ടുമാറി പോട്ടെ. ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പാപം ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുന്ന തിന്മയുടെ എല്ലാ അധിപതികളും ദുഷ്പ്രഭുത്വങ്ങളും എല്ലാ തരത്തിലുള്ള സേനകളും വ്യൂഹങ്ങളും ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് ഓടി മറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി.
ഗ്ലോറി 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 ഗ്ലോറി. അഭിഷേകം നിറയട്ടെ കർത്താവേ, കൃപ നിറയട്ടെ കർത്താവേ, വിശുദ്ധി നിറയട്ടെ കർത്താവേ, സ്നേഹം നിറയട്ടെ കർത്താവേ, വചനം നിറയട്ടെ കർത്താവേ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ പൂരിതമാകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും അച്ഛൻ പ്രത്യേകം അഭിവാദനം ചെയ്യുകയാണ്. ഓൾ ചിൽഡ്രൻ പ്ലീസ് ലിസൺ ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ അത്ഭുതകരമായി വ്യത്യാസപ്പെടുത്തും. എല്ലാ യുവതി യുവാക്കന്മാരെ അച്ഛൻ പ്രത്യേകം യേശുവിൻ്റെ നാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ്. വേദനിക്കുന്ന ഓരോ ആത്മാവിനെയും ഇന്ന് ഈ രാത്രി ഈശോ സ്പർശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ്റെ കഴിഞ്ഞ 25 വർഷങ്ങളിലായുള്ള പൗരോഹിത്യ ശുശ്രൂഷയുടെ ഇടയിൽ അച്ഛൻ പ്രാർത്ഥിച്ച ചില പ്രത്യേക തകർന്ന ആത്മാക്കളെക്കുറിച്ച് അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. പല തകർന്ന കുടുംബങ്ങൾ, പ്രത്യേക തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന കുടുംബങ്ങൾ. ആ കുടുംബങ്ങളിൽ എത്രമാത്രം അവർ അധ്വാനിച്ചാലും പ്രാർത്ഥിച്ചാലും കരകയറി പോരാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ എത്രമാത്രം പ്രാർത്ഥിച്ചാലും, അച്ഛനൊക്കെ പലതവണ പ്രാർത്ഥിച്ച് കരകയറി പോരാൻ പറ്റും. വേറെ ഉള്ളവരും പ്രാർത്ഥിച്ചു, ഒരു കാര്യത്തിന് ഒരു കൂട്ടിയാൽ കൂടാത്ത പോലെ അച്ഛൻ പലതവണ ചിന്തിച്ചപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഒരു കാര്യം അച്ഛന് വെളിപ്പെടുത്തി തരുന്നു. ആ പാപം, അതായത് എല്ലാ പാപങ്ങളും ഒരുപോലെയല്ല. ചില പാപങ്ങൾ കഠിനമാണ്. അങ്ങനെയുള്ള പാപങ്ങളിൽപ്പെട്ട ഒന്നാണ് നാം നമ്മുടെ നാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിലൂടെ ചെയ്യുന്ന പാപങ്ങൾ. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മുടെ നാവ് വില്ലുപോലെ വളയ്ക്കുന്ന ഒരു പ്രവണതയിലും ഒരു പ്രകൃതത്തിൻ്റെ ഉടമയാണെങ്കിൽ ഇന്ന് രാത്രി മകനെ മകളെ നീ ഈ വചനം കേൾക്കണം. കർത്താവ് ഒരു കൃപ നിനക്ക് തരാൻ പോവുകയാണ്. നിന്നെ ആ അടുപ്പിൽ നിന്ന് വലിച്ചെടുക്കുന്ന തീക്കൊള്ളി പോലെ നിന്നെ ആ വിനാശത്തിൽ നിന്ന് കർത്താവ് ഊരിയെടുത്ത് രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് അച്ഛന് വെളിപ്പെട്ട് കിട്ടി, അച്ഛന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ 52-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. ശക്തനായ മനുഷ്യ, ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു. വഞ്ചക, നിന്റെ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണ്. നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. ഇന്നത്തെ ഒരു പ്രവണതയാണ്, ഇന്നത്തെ ഒരു പ്രത്യേകതയാണ് നന്മയേക്കാൾ തിന്മ പറയുക. നല്ല നല്ല ദൈവിക കാര്യങ്ങളോ നല്ല നല്ല വളർച്ച നൽകുന്ന കാര്യങ്ങളോ നന്മ പറയുന്നതിൽ ഒരു ആവേശമില്ല. തിന്മ പറയുക, വിദ്വേഷം പറയുക, വാശി പറയുക, മാത്സര്യം പറയുക, അന്ധകാരത്തിന് വേണ്ടി വാക്കുപയോഗിക്കുക. നന്മയേക്കാൾ തിന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ചാനലിൽ എവിടെ തിരിഞ്ഞാലും മനുഷ്യൻ സ്പർദ്ധയും വളരെ വലിയ തരത്തിലുള്ള ദേഷ്യവും തമ്മിലുള്ള ഭിന്നിപ്പും അകൽച്ചയും വർദ്ധിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള വാക്കുകളിൽ കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. 5-6 വാക്യങ്ങൾ. ഇങ്ങനെ ചെയ്താൽ നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പിഴുതു കളയും. ആ സമയത്ത് മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ, ആ സമയത്ത് നമ്മളതിനെ പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ഫലപ്രദമാകണമെന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിഗൗരവമേറിയ പാപമാണ് നമ്മുടെ നാവ്. സഹോദരങ്ങൾക്കെതിരെ നമ്മുടെ നാവ് വിനാശം വിതയ്ക്കുക. വിനാശത്തിൽ നിന്ന് ഓടിയകലാൻ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചകൾ സ്വീകരിക്കാൻ ഈ രാത്രി ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛനിലൂടെ കർത്താവ് സംസാരിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്വരം നമ്മൾ ശ്രവിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ ദൈവഭക്തർക്കെതിരെ ഇതുപോലത്തെയുള്ള ആക്രമണങ്ങൾ, നാവുകൊണ്ടുള്ള ആക്രമണങ്ങൾ തന്നെ ഇങ്ങനെ വലിയ കാര്യങ്ങളായിട്ട് പൊങ്ങി വരാൻ കാരണം?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ ചുരുളിനുള്ളിൽ അതിൻ്റെ ഉത്തരം ദൈവമായ കർത്താവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് പറയാൻ കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിൽ തരുന്നത് ജെറമിയ പ്രവാചകനുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ തലക്കെട്ട് തന്നെ വായിച്ചാൽ നമുക്ക് സങ്കടം വരും. ജെറമിയാന്റെ പുസ്തകത്തിൽ ഒരു തലക്കെട്ടാണ് ജെറമിയ കിണറ്റിൽ, വേറൊരു തലക്കെട്ടാണ് ജെറമിയയുടെ വേദന, വേറൊരു തലക്കെട്ടാണ് ജെറമിയയുടെ പരാതി. എന്ന് പറഞ്ഞാൽ ദൈവവചനം വളരെ കൃത്യമായിട്ട് പ്രഘോഷിച്ച് വചനത്തോട് ചേർന്ന് ജീവിക്കുന്ന ജെറമിയായെ നശിപ്പിക്കാൻ വേണ്ടി പിശാച് പല മനുഷ്യരുടെ പലതരത്തിലുള്ള കെണികൾ ഒരുക്കുകയാണ്. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും ജെറമിയയെ തകർക്കാൻ പറ്റുന്നില്ല. രോഗം കൊടുത്താൽ ജെറമിയ വീഴിയല്ല. എന്ത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ വന്നാലും ശരി, ജെറമിയ പ്രവാചകൻ അതിനെല്ലാം ഉപരി കയറി പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച് വളരെ കൗശലപൂർവം തെരഞ്ഞെടുക്കപ്പെട്ടവരെ, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദൈവഭക്തരെ, വിളിക്കപ്പെട്ടവരെ കൗശലപൂർവ്വം തകർക്കാൻ ഒരു മാർഗം കണ്ടെത്തി. ആ മാർഗമാണ് നാവ് കൊണ്ട് തകർത്ത് കളയുക. അത് നമ്മൾ വായിക്കുന്നത് ജെറമിയ പ്രവചനം 18-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണ്. ജെറമിയ 18:18. അപ്പോൾ അവർ പറഞ്ഞു, വരുവിൻ, നമുക്ക് ജെറമിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്താം. എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല. വരുവിൻ, നമുക്കവനെ നാവുകൊണ്ട് തകർക്കാം. വരുവിൻ, നമുക്കവനെ നാവുകൊണ്ട് തകർക്കാം എന്ന് പറഞ്ഞാൽ, ഈ പുരോഹിതനിൽ നിന്ന് പ്രവാചകനിൽ നിന്ന് ജ്ഞാനിയെ എങ്ങനെ നശിപ്പിക്കാൻ നോക്കിയിട്ട് നശിപ്പിക്കാൻ പറ്റുന്നില്ല. ജെറമിയെ തകർക്കാൻ പറ്റുന്നില്ല. എന്ത് തരത്തിൽ നോക്കിയിട്ട് എങ്ങനായാലും കയറി വരുവാണ്. അതുകൊണ്ട് സാത്താൻ വളരെ കൗശലപൂർവ്വം ഒരു ഉപായം ഉപദേശിച്ചു കൊടുക്കുകയാണ്. വരുവിൻ, നമുക്ക് നാവ് കൊണ്ട് അവനെ തകർക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ, ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവ് വിളിച്ച് വേർതിരിച്ചവരെ എന്ന് പറഞ്ഞാൽ അത് വൈദികരോ സമർപ്പിതരോ മെത്രാന്മാരോ ശുശ്രൂഷകരോ എന്ന് മാത്രം അർത്ഥമല്ല. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഏതൊരു ദൈവഭക്തനെയും നശിപ്പിക്കാൻ പിശാച് കണ്ടെത്തിയിരിക്കുന്ന മാർഗമാണ് അനേകരുടെ നാവിൽ കയറി ആ നാവ് അവർക്ക് തിരിച്ചുവിടും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യം കിട്ടണമെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ പഠിക്കണം. പ്രഭാഷകൻ 28:18. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, എന്നാൽ നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളിൽ വാളിന്റെ വെട്ടേറ്റു വീണ് മരിച്ച മനുഷ്യരെക്കാൾ കൂടുതലാണ് നാവിന്റെ വെട്ടേറ്റ് വീണ് മരിച്ച മനുഷ്യർ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രവൃത്തിയാണ്. നാവുകൊണ്ട് പിശാച് തെരഞ്ഞെടുക്കപ്പെട്ടവരെ, വചനത്തിന് വേണ്ടി ജീവിക്കുന്നവരെ തകർക്കാൻ കണ്ടെത്തുന്ന മാർഗം നാവാകുന്ന വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുക. അത് അപവാദങ്ങൾ പ്രചരിപ്പിച്ച്, അതിനെ ആഘോഷിച്ച്, ഇല്ലാ കഥകൾ പറഞ്ഞ്, നുണ പറഞ്ഞു വരുത്തിയും അതുപോലെ തകർത്ത് കളയുക. യേശയ്യാ പ്രവചനം 32-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വഞ്ചകന്റെ വഞ്ചനകൾ തിന്മയാണ്, അഗതിയുടെ അപേക്ഷ ന്യായയുക്തമായിരിക്കുമ്പോൾ പോലും വാക്കുകൾ കൊണ്ട് അവനെ നശിപ്പിക്കാൻ വഞ്ചകൻ ദുരാലോചന നടത്തുന്നു. എല്ലാ കൃത്യമായിട്ട് ജീവിച്ചിട്ടും എല്ലാ നീതിപൂർവ്വം ചെയ്തിട്ടും മനഃപൂർവ്വം നശിപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ നാവ് കൊണ്ട് ആക്രമണങ്ങൾ, അപവാദങ്ങൾ ധാരാളം അഴിച്ചുവിടാൻ കാരണമുണ്ട്. ജെറമിയ പ്രവാചകൻ തന്റെ 18-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഒരു വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ, അവർ എൻ്റെ ജീവന് വേണ്ടി കുഴി കുഴിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് എല്ലാ തലത്തുനിന്നും ആക്രമണങ്ങളും അപവാദങ്ങളും ദുർക്കഥകളും നുണക്കഥകളും കേട്ട് കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സ് മുറിഞ്ഞ് ഒരു പിന്മാറ്റത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് വേണ്ട, ഇനി പറയണ്ട, ഇപ്പോൾ എല്ലാം ഇങ്ങനെ എല്ലാവരും പറയല്ലേ എന്ന് പറഞ്ഞ് ഒരു പിന്മാറ്റത്തിലേക്കും ഒരു പാസീവ് നേച്ചറിലേക്കും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, ദൈവഭക്തനെ മാറ്റി നിർത്തി അവൻ ശബ്ദിക്കരുത്, അവന് മിണ്ടരുത്, അവൻ തിന്മ എതിർക്കരുത്, അവൻ നന്മയ്ക്ക് അനുകൂലമായി നിൽക്കരുത്, അങ്ങനത്തെയുള്ള അവസരം എത്തിക്കാനുള്ള പിശാചിന്റെ കെണിയാണ് സഹോദരങ്ങളെ. അത്
ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ ആ തുടക്കത്തിൽ പറഞ്ഞ ഒരു വചനം അതിൻ്റെ ചങ്കിൻ്റെ ഉള്ളിൽ കയറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എന്തുകൊണ്ടാണ് നമ്മളെ ആ കൂടാരത്തിൽ നിന്ന് പറിച്ചെടുത്ത് പുറത്തേക്ക് കളയുന്ന അത്രയും വലിയ പ്രവൃത്തിയാണെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് വചനം പഠിപ്പിക്കുന്നു. വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുലിഖിതം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജത്വവും അവിടുത്തെ അഭിഷേകത്തിൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്യുന്നവൻ വലിച്ചെറിയപ്പെട്ടു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ദൂഷണം പറയുന്നതും ഇതുപോലെ അപവാദം പറയുന്നതും പിശാചാണ്. അതുകൊണ്ട് നാവ് കൊണ്ടുള്ള ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യാന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തിയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമുക്കറിയാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ജോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ജോബിനെതിരെ ദൈവസന്നിധിയിൽ പഴി പറഞ്ഞതും കുറ്റം പറഞ്ഞതും അപവാദം പറഞ്ഞതും ഇതേ പിശാച് തന്നെയാണ്. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ തൊണ്ട തുറന്ന ശവകുഴിയാണ്. അവർ തങ്ങളുടെ നാവിനെ വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. പിശാചിന്റെ വിഷം അവരുടെ നാവിലിരിക്കുന്നു. പറയാം ഹല്ലേലൂയ. നാവിന്റെ പ്രത്യേകിച്ച് ഇങ്ങനത്തുള്ള നാവിന്റെ പാവം ഗൗരവമുള്ള പാവാൻ 2-ാമത്തെ കാരണമുണ്ട്. 2-ാമത്തെ കാരണം ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവരാജ്യത്തിന്റെ വാതിൽ പടി നമ്മുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കുന്ന പാപമാണിത്. അതെവിടെ നമ്മൾ വായിക്കുന്നത്? സങ്കീർത്തന പുസ്തകത്തിലാണ്. 15-ാമത്തെ സങ്കീർത്തനത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും, അടുത്ത വാക്യം, ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ. വീണ്ടും, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. വിശുദ്ധ കുർബാനയിൽ പലപ്പോഴും നമ്മൾ ചൊല്ലുന്ന സങ്കീർത്തനം 15-ാം സങ്കീർത്തനം, ദൈവത്തിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും? ഒരൊറ്റ സെന്റൻസിൽ തന്നെ ഒറ്റ വാക്യത്തിന് 3 പ്രാവശ്യമാണ് നാവിൻ്റെ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപവാദം പറയുന്നവൻ ദൈവരാജ്യത്തിന് അർഹനല്ല. നുണ പറയുന്നവൻ ദൈവരാജ്യത്തിന് അർഹനല്ല. കുറ്റം പറയുന്നവൻ ദൈവരാജ്യത്തിന് അർഹനല്ല. അത് വെളിപാടിന്റെ പുസ്തകത്തിൽ കുറച്ചുകൂടെ വ്യക്തമാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സ്വർഗത്തിലേക്ക് ആത്മാക്കളെ കയറ്റിവിടുന്നതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുള്ള ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. പൗലോസ്ലീഹ കൊരിന്തോസ് ഗലാത്യ ലേഖനങ്ങളിൽ എഴുതിയ ചില വചനഭാഗങ്ങളുണ്ട്. ഇന്ന പാപങ്ങൾ ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള വചനം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് സ്വവർഗഭോഗ്യ ദൈവരാജ്യം അവകാശമാക്കിയല്ല, മദ്യപാന ദൈവരാജ്യം അവകാശമാക്കിയല്ല, വ്യഭിചാര ദൈവരാജ്യം അവകാശമാക്കിയല്ല. എന്നാൽ അപ്പം നമ്മൾ ചിന്തിക്കാം, നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ഒരുപക്ഷെ ചിന്തിക്കാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 6:10 വചനം പഠിപ്പിക്കുന്നുണ്ട്: കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും, അടുത്ത വാക്യം, പരദൂഷകരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ജ്ഞാനത്തിന്റെ പുസ്തകം 1:11 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നുണ പറയുന്നവൻ സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ 2 തരത്തിലും ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ പോലും കൂടാരത്തിന് വലിച്ചെറിയപ്പെടുകയും സ്വർഗ കൂടാരത്തിന് വലിച്ചെറിയുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നാവിന്റെ ദുരുപയോഗം. ഹല്ലേലൂയ. നാവിന്റെ പാപം ഗൗരവമുള്ള പാപമാകാൻ 3-ാമത്തെ കാരണം, അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ അളന്നു കിട്ടുന്ന പ്രവൃത്തിയാണത്. മത്തായി 7:1, അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്നു കിട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നാവിൻ്റെ പാപത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. ലൂക്ക 6:37 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. റോമ 2:1 വചനം പഠിപ്പിക്കുന്നുണ്ട്: അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന അതേ നീയും ഇതേ കുറ്റങ്ങൾ ചെയ്യുന്നു. യേശയ്യാപ്രവചനം 33:1 വചനം പഠിപ്പിക്കുന്നുണ്ട്: നശിപ്പിക്കപ്പെടാതിരിക്കാൻ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കാൻ മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യുന്നവന് നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിനക്കുള്ള നാശം വരും, നീ വഞ്ചിച്ചു കഴിയുമ്പോൾ നിനക്കുള്ള വഞ്ചന വരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പോസ്റ്ററുകളും ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ മീഡിയ വഴിക്ക് നമ്മുടെ കൈകൾ വരുമ്പോൾ വളരെ വിവേകത്തോടെ നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടാൽ വെറുതെ അങ്ങോട്ട് വിടാൻ നിൽക്കരുത്. അപകടമുണ്ട്. കാരണം ഇത് പിശാച് ദൈവഭക്തനെയും തെരഞ്ഞെടുക്കപ്പെട്ടവനെയും തകർക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ്. അനേകരുടെ നാവ് തിരിച്ചുവിടും. എന്നിട്ട് എന്ത് ചെയ്യാം? ആരാണ് ഇങ്ങനെ നാവ് തിരിച്ചുവിട്ടത്? അവസാനം അവനെയും നാശത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇക്കാര്യത്തെക്കുറിച്ച് ദൈവം പ്രവാചകനിലൂടെ, യെശയ്യാ പ്രവാചകനിലൂടെ ശക്തമായ താക്കീത് ജനത്തിന് നൽകുന്നുണ്ട്. യെശയ്യാ 33 അധ്യായം 1 വാക്യം, നശിപ്പിക്കപ്പെടാതിരിക്കെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശവും സംഭവിക്കും. നിന്റെ വഞ്ചന തീരുമ്പോൾ നീയും വഞ്ചിക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പാപം ചെയ്യുമ്പോൾ മറ്റുള്ളവരെയും തകർക്കും, നമ്മളെയും അവസാനം രണ്ടു കൂട്ടരെയും തകർക്കുന്ന സാത്താൻ്റെ വലിയൊരു കൗശലമാണ് ഇതിലൂടെ അവൻ പ്രയോഗിക്കുന്നത്. ആരാധന വെച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മറ്റുള്ളവർക്കെതിരെ ഉയർന്ന എല്ലാ ദൂഷണങ്ങളെക്കുറിച്ചും കയ്പ് നിറഞ്ഞ വാക്കുകളെക്കുറിച്ചും കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഹമ്യാ പ്രയർ നടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഈ ഒരു വർഷം നീണ്ടുനിന്ന പ്രാശ്ചിത്തങ്ങളുടെയും പരിഹാരം വലിയൊരു വെങ്ങല ദൈവനീതി, ഇത് അനുതാപം ആവശ്യപ്പെടുകയാണ്. ദൈവനീതി പ്രാശ്ചിത്തം ആവശ്യപ്പെടുകയാണ്. ഇന്ന് വരെ നമ്മുടെ നാവിലൂടെ എത്രയോ പേരെ നമ്മൾ തകർത്തു. ഇന്ന് വരെ നമ്മുടെ നാവിലൂടെ എത്രയോ പേർക്കെതിരെ നാം നാശം വിതച്ചു. വിനാശത്തിൻ്റെ മഹാമാരിയാണ് നമ്മുടെ നാവിലൂടെ സാത്താൻ അഴിച്ചുവിട്ടത്. നമുക്ക് അനുതപിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന യേശു തന്നെയാണ്. യേശുവിൻ്റെ തിരുമുൻപിൽ സാധിക്കുന്നവരെല്ലാം മുട്ടുകുത്തി നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഈ സമയം എല്ലാ ദൈവമക്കളിലൂടെയും വന്ന നിന്ദാപമാനങ്ങൾക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നാവിൻ്റെ ദുരുപയോഗം വഴി എത്രയോ വ്യക്തികളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ നന്നായി നാവ് ഉപയോഗിച്ചെങ്കിലും അനേകം വ്യക്തികൾ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി നാവ് ഉപയോഗിക്കുക എന്ന സാത്താൻ്റെ കൗശലത്തിൽപ്പെട്ട് അറിഞ്ഞോ അറിയാതെയും അനേക ജീവിതങ്ങളുടെ മേൽ ചെളിവാരി എറിഞ്ഞു, അനേകം ജീവിതങ്ങളുടെ മേൽ കരിവാരി തേച്ചു, അനേകം ജീവിതങ്ങളെ കണ്ണുനീരിലാഴ്ത്തി. വാൾത്തല കൊണ്ട് മരിച്ചവരുണ്ട്. എന്നാൽ അതിലേറെയാണ് നാവ് കൊണ്ട് വധിക്കപ്പെട്ടവർ. എത്രയോ നിരപരാധികളുടെ കണ്ണുനീര്, എത്രയോ നിഷ്കളങ്ക ആത്മാക്കളുടെ നെടുവീർപ്പുകളും കണ്ണുനീരുകളും നാവിൻ്റെ ദുരുപയോഗം വഴി ഈ ലോകത്ത് വീണിട്ടുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പൂർവികരും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ കൂടപ്പിറപ്പുകളും നമ്മുടെ ബന്ധുമിത്രാദികളും വഴി വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്ക് കർത്താവിൻ്റെ സരി എളിമപ്പെട്ട് ലക്ഷോപലക്ഷം ദൈവമക്കളോടൊപ്പം നമ്മൾ മാപ്പ് ചോദിക്കുകയാണ്. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, സ്നേഹം ചൊരിയണമേ, സൗഖ്യം ചൊരിയണമേ, വാത്സല്യം പകരണമേ, വാത്സല്യമാകുന്ന മഞ്ഞുകണം കൊണ്ട് പൊതിയണമേ. ഇപ്പോൾ പുതിയ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, പുതിയ അഭിഷേകങ്ങൾ നടക്കട്ടെ, പുതിയ കൃപാവരങ്ങൾ നടക്കട്ടെ. സ്വർഗം താണിറങ്ങി വരുന്ന അനുഭവം ഉണ്ടാകട്ടെ. കഠിന ഹൃദയങ്ങൾ മാംസളമാകട്ടെ, കല്ലുപോലെ ഹൃദയങ്ങൾ മാംസളമാകട്ടെ. കർത്താവേ, മൂർഖഭാവികൾ മാനസാന്തരപ്പെടട്ടെ. അതികഠിനമായ ഹൃദയങ്ങൾ കർത്താവേ, ഹൃദയ കാഠിന്യം ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. കർത്താവേ, ഈശോയുടെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തിന്മ വിട്ടുപോട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ കുതന്ത്രങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്തുതിയും പുകഴ്ചയും. ഈ
കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.